ന്യൂസ് 16 കേരള. ഗാസക്കായി പ്രതീക്ഷയുടെ കുപ്പി. ഭക്ഷണം നിറച്ച കുപ്പികൾ കടലിലേക്കെറിഞ്ഞ് ഈജിപ്ഷ്യൻ ജനത. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചിലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. കൊടുംപട്ടിണിയിലായ ഗാസയിലേക്ക് ബോട്ടിലുകളിൽ പ്രതീകാത്മകമായി ഭക്ഷ്യധാന്യങ്ങൾ അയച്ച് ഈജിപ്ഷ്യൻ ജനത. കടലിൽ നിന്ന് കടലിലേക്ക് ഗാസയ്ക്കായി പ്രതീക്ഷയുടെ ഒരു കുപ്പി എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചാണ് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കുപ്പികൾ കടലിലേക്ക് എറിഞ്ഞത്. അറബ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ ഉപരോധത്തിൽ ഭക്ഷണ സാധനങ്ങൾ എത്താതെ കൊടുംപട്ടിണിയിലായ ഗാസയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് അരിയും ധാന്യങ്ങളും പയറും മറ്റ് ഉണക്കിയ ഭക്ഷ്യവസ്തുക്കളുമാണ് 1 ലിറ്ററിന്റെയും 2 ലിറ്ററിന്റെയും കുപ്പികളിൽ നിറച്ച് മെഡിറ്ററേനിയൻ കടലിലേക്ക് ഈജിപ്തുകാർ ഒഴുക്കുന്നത്. മെഡിറ്ററേനിയൻ അതിർത്തി പങ്കിടുന്ന ലിബിയ, ടുണീഷ്യ, അൾജീരിയ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങളോടും ക്യാമ്പയിനിൽ പങ്കാളികളാവാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഉപരോധം ഗാസയെ പട്ടിണിയിലാക്കുന്നതിലുള്ള പ്രതിഷേധ സൂചകമായാണ് കുപ്പികൾ കടലിലേക്ക് എറിഞ്ഞതെന്ന് ക്യാമ്പയിനിൽ പങ്കെടുത്തയാളുകൾ പറഞ്ഞു. കുട്ടികൾ ഉൾപ്പെടെ ഗാസയിലെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഭക്ഷ്യധാന്യങ്ങൾ കുപ്പികളിൽ നിറക്കുന്നതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിവിധ മനുഷ്യാവകാശ ഏജൻസികൾ വ്യക്തമാക്കുന്നത് അതിർത്തികളിൽ ഇസ്രായേൽ ഉപരോധം കടുപ്പിച്ചതോടെ കൊടും പട്ടിണിയുടെ പിടിയിലാണ് ഗാസ എന്നാണ്. മരുന്നും ഭക്ഷണവും പോഷകാഹാരവും ഇല്ലാതെ മരിച്ചവരുടെ എണ്ണം 113ആയി. കുട്ടികൾ ഉൾപ്പെടെയാണ് കൊടും പട്ടിണി മൂലം മരിക്കുന്നത്. പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം 3 ദിവസത്തിനിടെ മാത്രം ഗാസയിൽ 21 കുട്ടികളാണ് മരിച്ചത്. ഗാസയിൽ അടിയന്തരമായി ഇടപെടണമെന്ന് സന്നദ്ധ സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും തുടങ്ങി 111 സംഘടനകളാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ലോകരാജ്യങ്ങളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.